ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് Bcom BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് Bcom BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ, ആ ഒരു സബ്ജക്റ്റിൽ 4ാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂള് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് എന്ത്, പ്ലാനിങ്, ഓർഗനൈസിങ് ഒക്കെ പറയുന്നത്. അങ്ങനെ Chapter-4 ആയിട്ടുള്ള ഓർഗനൈസിങ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണുന്ന ചോദ്യങ്ങളാണ്, അവിടെ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെറും ചോദ്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഉത്തരങ്ങൾ കൂടിയുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട്, എന്താണ് ഓർഗനൈസിങ്? ഓർഗനൈസിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് മീനിങ്? ദ പ്രോസസ് ഓഫ് the organizing involves establishing an intentional structure of roles for the staff at all levels of hierarchy in the organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഓരോ സ്ട്രക്ചർ, സ്റ്റാഫാണെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലുള്ള പ്രോപ്പറായിട്ട് ഉള്ള കാര്യങ്ങൾ, റോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിങ് ഇൻവോൾവ്സ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് നെസസറി ടു അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് പ്ലാൻസ്, the assignment of these activities to appropriate departments, and the provisions of authority, delegation and coordination. അതായത് ഓർഗനൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരുപോലെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം ഗ്രൂപ്പ് ചെയ്യാം. അതിൻ്റെ സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആക്ടിവിറ്റീസിന് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസും പ്ലാൻസും നേടിയെടുക്കാനുള്ള രീതിയിൽ ഉപയോഗിക്കാം. ആൻഡ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആവശ്യമായ പ്രോപ്പർ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിട്ടുമാണ് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർക്ക് ഡെലിഗേഷനും കോർഡിനേഷനും കൂടി നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് എന്ത്, ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു G.R. Terry, ഓർഗനൈസിങ് ഈസ് ദ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് എഫക്റ്റീവ് ബിഹേവിയറൽ റിലേഷൻഷിപ്പ് എമംഗ് പേഴ്സൺസ് സോ ദാറ്റ് ദേ മേ വർക്ക് ടുഗെദർ എഫക്റ്റീവ്ലി ആൻഡ് ഗെയിൻ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻ ഡൂയിങ് സെലക്റ്റഡ് ടാസ്ക് അണ്ടർ ഗിവൺ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് സം ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോപ്പർ ഗോൾസും ഒബ്ജക്റ്റീവ്സുകളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ സിമിലർ നേച്ചേർഡ് ആക്ടിവിറ്റീസ് എല്ലാം ഗ്രൂപ്പ് ചെയ്യുകയും അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുകയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമായ സ്റ്റാഫുകളെ കൊടുക്കുകയും അവർക്ക് പ്രോപ്പറായിട്ടുള്ള അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസിങ്ങിലൂടെ ചെയ്യുന്നത്. ഇനി എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസിങ് ആണ് ആക്ച്വലി ഒരു ഓർഗനൈസേഷനെ ഒരു സ്ട്രക്ചേർഡ് മാനറിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ഓർഗനൈസിങ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം താളം തെറ്റി പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പഠിക്കേണ്ടതാണ്, ഓർഗനൈസിങ് ആണ് അവിടുത്തെ ആക്ടിവിറ്റീസുകളെ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആക്ടിവിറ്റീസുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ടു സ്പെസിഫൈഡ് പേഴ്സൺ, ദ വർക്ക്സ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഡിഫൈനിങ് റിലേഷൻഷിപ്പ്, കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം ചെയ്യുന്നത് ഓർഗനൈസിങ്ങിലൂടെയാണ്. സോ ഓർഗനൈസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം 15 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡിവിഷൻ ഓഫ് വർക്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ, പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, principle of balance, the scalar principle, principle of efficiency, delegation of authority, principle of responsibility, principles of uniformity, simplicity and accountability.
ഇത്രയുമാണ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും എന്താണ്. ഇതിന്ന് പല രീതിയിൽ ചോദ്യങ്ങൾ വരും. ഡയറക്റ്റായിട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചോദിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ആ ഒരു പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ formal organization means it is an organizational structure which clearly defines the duties, responsibilities, authority and relationship as prescribed by the top management. It represents the classification of activities within the enterprise, indicate who reports to whom and explains the വൈറ്റൽ റോൾസ്. ആൻഡ് ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ. പിന്നെ നിങ്ങളതിൽ പഠിക്കേണ്ടത് ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ചോദിച്ചു കാണാറുണ്ട്. ഒന്ന് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, മറ്റേത് സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റ് ആവുന്ന. ഒന്ന് പെർമനൻറ്റ് ആൻഡ് സ്റ്റേബിളാണ്, മറ്റേത് സോഷ്യൽ ഇൻട്രാക്ഷൻ വഴി മാത്രം ഉണ്ടാവുന്നതാണ്. ഒന്ന് അറൈസസ് ഡ്യൂ ടു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അനദർ വൺ ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ടെൻഡ്സ് ടു റിമൈൻ സ്മോളർ. ഓക്കെ, സോ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ രണ്ടിൻ്റെയും വ്യത്യാസമാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദാറ്റ് ഈസ് ലൈൻ ഓർഗനൈസേഷൻ. അതായത് ഇത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുന്നതാണ്. ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും. ലൈൻ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ലൈൻ ഓർഗനൈസേഷൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ജനറലി എ കംപ്ലീറ്റ് സെൽഫ് കണ്ടെയ്ൻഡ് unit. In this type of organization, the line authority flows from top to bottom vertically. It clearly identifies its authority, responsibility and accountability at each level. Departmental heads are given full freedom to control their department. This type of organization is followed in the army on the same pattern, so it is called the military organization. Line organization military organizations എന്നും പറയാറുണ്ട്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ലൈൻ ഓഫീസേഴ്സ് ഹാവ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദം. ബട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുക്കാനൊക്കെയുള്ള പവർ അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ ഓൺലി ആൻ അഡ്വൈസിങ് വൺ. ദേ ഷുഡ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ദ ലൈൻ മാനേജേഴ്സ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ്. ഇൻ ദ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയൽ വേൾഡ്, ദ ലൈൻ ഓഫീസേഴ്സ് ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അക്വയർ ഓൾ ദ ടെക്നിക്കൽ നോളജ് വിച്ച് ആർ നെസസറി ഫോർ ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ. സോ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനാണ് ഈ സ്റ്റാഫ് ഓഫീസേഴ്സിനെയും കൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ ലൈൻ ഓർഗനൈസേഷനും സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിക്കുക. ദെൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആർ അപ്പോയിൻറ്റഡ് ഇൻ എ ടോപ്പ് പൊസിഷൻസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻസ്. ഫങ്ഷണൽ ഹെഡ്സ് വിൽ ഗീവ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു ഹിസ് ഫങ്ഷൻ. വർക്കർ അണ്ടർ ഫങ്ഷണൽ ഓർഗനൈസേഷൻ റിസീവ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം വേരിയസ് സ്പെഷ്യലിസ്റ്റ്. അവിടെ ഒത്തിരി സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. ബെനഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. റിഡക്ഷൻ ഇൻ ദ വർക്ക് ലോഡ് ഉണ്ട്. റിലീഫ് ടു ലൈൻ എക്സിക്യൂട്ടീവ്സ്, മാസ് പ്രൊഡക്ഷൻ, ഫ്ലെക്സിബിലിറ്റി, അതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ദ ഫങ്ഷണൽ മാനേജ്മെൻറ്റ്. പിന്നെ നമ്മൾ അതിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും. അതായത് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് ഒരു സുപ്പീരിയറിന് എഫക്റ്റീവായി സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ അതിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡെലിഗേഷൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a process by which enables a person to assign a work to another with the adequate authority to do it. അതായത് വേറൊരാൾക്ക് അത് ആ ഒരു കാര്യം ചെയ്യാനുള്ള പവർ കൊടുത്തിട്ട് ഒരു വർക്ക് വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് സബോർഡിനേറ്റ്സ് കുറച്ചുകൂടി മൊറയിലാവും, അവർ കുറെ കൂടി പെർഫോം ചെയ്യും, അവരുടെ ഉള്ളിൽ ഒരു ലോയൽറ്റി ഇൻക്രീസ് ചെയ്യും, റിസൾട്ട്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവും. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, അവരുടെ ഒരു എഫിഷ്യൻസി അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് സബോർഡിനേറ്റ്സ് ആൻഡ് ബിൽഡിംഗ് മൊറൽ എമൗണ്ട്.
അതായത് എംപ്ലോയീസിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പവറാണല്ലേ. അതായത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള റൈറ്റിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ലിഗേഷനാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ വൃത്തിയായി എഫീഷ്യൻ്റായിട്ട് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു അക്കൗണ്ടബിലിറ്റീനെയാണ് വിളിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതോറിറ്റി എന്താണെന്നും റെസ്പോൺസിബിലിറ്റി എന്താണെന്നും കൃത്യമായി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് പഠിക്കുക. അതുപോലെ തന്നെ ഡെലിഗേഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും എന്താണെന്ന് പഠിക്കാം. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈച്ച് സെക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ വർക്കേഴ്സ് ടു പെർഫോം ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. സോ അക്കോർഡിംഗ് ടു Allen, decentralization refers to the systematic efforts to delegate the lowest levels of authority except that which can only be exercised at a central point. അതായത് നമ്മളെല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഫോക്കസ് ചെയ്ത് നിൽക്കല്ല വേണ്ടത്. ലോവർ ലെവൽസിനും കൂടി വർക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് വിളിക്കുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് കോൺസെൻട്രേറ്റിംഗ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവലിൽ മാത്രം അതോറിറ്റി ഫോക്കസ് ചെയ്ത് വെക്കുന്നതിനെയാണ് വിളിക്കുക? സെൻട്രലൈസേഷൻ എന്ന് പറയുക. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ലോവർ ലെവലിലേക്കും കൂടി ആ ഒരു പവർ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് വിളിക്കുക? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. പിന്നെ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ഡിപ്പാർട്ട്മെൻറ്റേഷൻ മീൻസ് ഡിവിഷണലൈസേഷൻ and dividing the large and monotonic functional organization into smaller and flexible administrative units. അതായത് വലിയൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മൊത്തം വർക്കിനെ കുഞ്ഞു യൂണിറ്റുകളാക്കി കുഞ്ഞു വർക്കാക്കി മാറ്റി അതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അപ്പം നിങ്ങൾ കൃത്യമായി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും തന്നെ ഒരേ രീതിയിൽ അതിൻ്റേതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ആരെങ്കിലും നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ.